മണ്ണിൽ പഠിച്ച് മിടുക്കനാണല്ലേ. നോക്കി എന്തൊക്കെ കളിപ്പാട്ടങ്ങളായിട്ടാണത്. അയ്യോ നോ കരയുവാണോ? എന്തിനാ കരയുന്നത്? മിസ്സിന്റെ കയ്യിൽ എന്നാന്ന് നോക്കിക്കേ. മിസ് വെള്ളം തരാം. മിസ്സിന്റെ എന്നാ നോക്കിയേ. മുട്ടായി തരാലോ, പക്ഷെ മുന്റെ പേര് പറയണം. ഞാൻ മിഠായി വേണോ? എന്നാ പേര് പറയണം. എന്റെ പേര് മലക്കുട്ടൻ. മോള് മിടുക്കിയായി പഠിക്കണേ കേട്ടോ. ഉമ്മച്ചിയെ പോലുള്ള നല്ല മിസ്സുമാരുണ്ട്. കളിക്കാൻ ധാരാളം കൂട്ടുകാരും ഉണ്ട്. കുട്ടിയുടെ പേരെന്താ? നസ്രിയ. നസ്രിയ കുട്ടിക്ക് ഞാൻ മിഠായി. മനു, മണി 7 കഴിഞ്ഞു. നീ ഇതുവരെ റെഡിയായില്ലേ? വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചേ. സ്കൂൾ ബസ് ഇപ്പൊ വരും. അമ്മേ, എന്റെ മാത്സ് നോട്ട്ബുക്ക് കാണുന്നില്ല. ഞാനത് തപ്പിക്കൊണ്ടിരിക്കും. 4ാം ക്ലാസ്സിലായിട്ട് ഒരു ബുക്ക് സൂക്ഷിക്കാൻ പോലും അറിയില്ല. നിന്റെ മിസ്സിനോട് ഞാൻ ഇതൊക്കെ പറയുന്നുണ്ട്. Good morning, Miss. Good morning, Tatiana. അടുത്ത ആഴ്ച പരീക്ഷ തുടങ്ങുമല്ലേ. എന്റെ ചെറുക്കനാണ് ബുക്ക് പോലും തോന്നില്ല. അവിടെ എന്തായാലും ഞാൻ വിളിച്ചതാണ്. ഇവരെ ഒരു ടെൻഷൻ കാരണം ഒന്നും കഴിക്കുന്ന പോലുമില്ല. ഇനി ഇവനെ ഞാൻ എന്നാ ചെയ്യാനാ? ഒരു ടെൻഷനും വേണ്ടല്ലേ. അവൻ നല്ല മാർക്കോടെ പാസ്സാകും. റിവിഷൻ ക്ലാസ് ഒക്കെ കഴിയുമ്പോൾ അവൻ ഓക്കെ ആകും. അവനെ നമ്മുടെ മിസ്സുമാരുടെ കയ്യിൽ അങ്ങോട്ട് ഏൽപ്പിച്ചാൽ മതി. അതാണ് എന്റെയും പ്രതീക്ഷ. എങ്കിൽ ശരി, കാര്യങ്ങൾ നടക്കട്ടെ. പിന്നെ വിളിക്കാം. എടാ ഒന്ന് റിസൾട്ട് അറിഞ്ഞോ? ഞാൻ അങ്ങോട്ട് വരുമായിരുന്നു. എടാ എനിക്ക് കൊള്ളാവുന്നുണ്ട് കേട്ടോ. നിനക്കോ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എനിക്ക് 90% എടി, നീ നമ്മുടെ സ്കൂളിൽ തന്നെയാണ് പ്രസ്തുതം ചെയ്യുന്നത്. ഞാൻ എന്തായാലും ഇവിടെ ഉള്ളൂ. പിന്നെ അല്ലാതെ നമ്മൾ എക്സ്ചേഞ്ച് പറയുമ്പോ എന്റെ അമ്മ പറയുന്നത് നമ്മുടെ മിസ്സുമാരെ പോലത്തെ ടീച്ചേഴ്സിനെ വരെ കാണില്ലെന്നോ? അത് ശരിയാണ്. നമ്മൾ മിസ്സുമാർ മാത്രമാണ്. നമ്മുടെ മേഡവും മാനേജർച്ചനും ജൂനിയേഴ്സിനും ഒക്കെ കൊണ്ടുവന്ന സ്കൂളിൽ പ്രത്യേകം വന്നില്ല. ആ അതെ, ഞാൻ അനിമ വന്നിട്ട് ക്ലാസ്സിൽ പോകാനായിട്ട് നിൽക്കുകയായിരുന്നു. ഞാനിവിടെ പുതിയതാണ്. നിങ്ങൾ പഠിച്ചതാണോ? നമ്മുടെ ക്ലാസ് എന്താണെന്നറിയാമോ? പറയൂ സുഹൃത്തെ, എന്നതിന്റെ മറുപടി പറയാൻ പറ്റൂ. ഞാൻ ടോണി, സയൻസ് സ്ട്രീമാണ്. ഞങ്ങളുടെ അല്ല, ഇനി മുതൽ നമ്മുടെ. എങ്കിലോ നമുക്ക് ക്ലാസ്സിൽ പോകാം. എന്റെ മക്കളെ, നാളെ ലാഭമാണെന്ന് വല്ല ഓർമ്മയുണ്ടോ? എല്ലാരും നന്നായിട്ട് പഠിച്ചിട്ട് വേണം കേട്ടോ. എടാ പിള്ളേരെ, ഇതിന് മാത്രമാണെങ്കിൽ പോരാ. ഈ എക്സാം വരുന്നുണ്ട്. നമ്മുടെ സ്കൂളിൽ വിജയക്കൊടി പാലിക്കണം. കൺഗ്രാജുലേഷൻസ്. ചെറിയ 12th നല്ല വിജയമാണല്ലോ. അതെ മിസ്സേ, ദൈവം അനുഗ്രഹിച്ചു. നല്ല റിസൾട്ടാണ്. പക്ഷേ ഇത് ഞങ്ങളുടെ മാത്രം എഫേർട്ട് അല്ലല്ലോ. കൺഗ്രാജുലേഷൻസ് ആദ്യം വേണ്ടത് നിങ്ങൾക്കാ. പൊടിക്കുഞ്ഞുങ്ങളായിരുന്ന ഇവരെ എഴുത്തും വായനയും പഠിപ്പിച്ച് ഇത്രയും മിടുക്കരാക്കിയ നിങ്ങൾ എല്ലാവരും കൂടിയല്ലേ. അത് ശരിയാ, ഇത് നമ്മുടെ SJP ഫാമിലിയുടെ വിജയമാണ്. എന്ത് പെട്ടെന്നാണോ 2 വർഷം കടന്നു പോയത്? രണ്ടോ? ഞങ്ങളുടെ 14 വർഷം കടന്നു പോയത് പോലും അറിയില്ല. എനിക്ക് ആദ്യം പോലെ പഠിച്ചാൽ മതിയായിരുന്നു. 2 വർഷം കിട്ടിയല്ലോ ആദ്യം.
Good morning to all. All the students and teachers, please pay attention. All the students and teachers are requested to assemble in the hall for the celebration of Vijay 2024. വാ, നമുക്ക് നമ്മുടെ വിജയത്തിന്റെ മധുരം പങ്കിടാനും നമ്മുടെ എക്സൈറ്റുകളുടെ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്താനും വിജയ് 2024 പ്രോഗ്രാമിൽ പോകാം.